നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God, Chemanur International Jewelers. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓരോ ഭിന്നശേഷി കുട്ടിയും ഓരോ സൂര്യനാണെന്ന് മേയർ ബീന ഫിലിപ്പ്. എരഞ്ഞിപ്പാലം ലോഡ്ജ് മുറിയിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. തീവണ്ടി യാത്രാ ദുരിതം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. തളി മഹാഗണപതി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കുമാരഷഷ്ഠി ആഘോഷിച്ചു. മാധ്യമപ്രവർത്തകനായിരുന്ന ശ്രീ മനോജിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ഓരോ ഭിന്നശേഷി കുട്ടിയും ഓരോ സൂര്യനാണെന്ന് മേയർ ബീന ഫിലിപ്പ്. കോഴിക്കോട് കോർപ്പറേഷന്റെ ഭിന്നശേഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ. ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷൻ നേതൃത്വത്തിൽ ഭിന്നശേഷി ദിനാചരണവും കലോത്സവവും താരകം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ചു. സമുദ്ര ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലത്ത് ഭിന്നശേഷി കുരുന്നുകളുടെ കഴിവുകൾ നാം തിരിച്ചറിയുന്നുണ്ടെന്നും സർക്കാരും വിവിധ വകുപ്പുകളും സന്നദ്ധ സംഘടനകളും ഒത്തുചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണിതെന്നും മേയർ പറഞ്ഞു. അസാധാരണ കഴിവുകളുള്ള ഈ കുട്ടികളെ അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അതിലേക്ക് തിരിച്ചുവിടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ടെന്നും മേയർ കൂട്ടിച്ചേർത്തു. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര നക്ഷത്രങ്ങൾ, എല്ലാവരും സൂര്യന്മാരാണ്. പക്ഷേ അത്ര ദൂരേക്ക് നോക്കാനുള്ള കണ്ണുകൾ, കാഴ്ച നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ അവരെ കുഞ്ഞി കുഞ്ഞി നക്ഷത്രമാണ് എന്ന് പറയുകയും അവരെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചയില്ല അത്രയും ദൂരേക്ക് നോക്കാൻ എന്നതുകൊണ്ടാണ് അവരുടെ വലിപ്പം, അവരുടെ കഴിവ്, അവരുടെ വെളിച്ചം ഇതൊന്നും നമുക്ക് കാണാൻ കഴിയാത്തത്. അതുപോലെയാണ് നമുക്ക് ജനിച്ച കുട്ടികളും. പരിപാടിയിൽ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഒ പി ഷിജിന, പി സി രാജൻ, കൃഷ്ണകുമാരി, പി കെ നാസർ, സി രേഖ, കൗൺസിലർമാരായ എം കെ മഹേഷ്, വി പി മനോജ്, രമ്യ സന്തോഷ്, എൻ ജയശീല, വരുൺ ഭാസ്കർ തുടങ്ങിയവർ സംസാരിച്ചു. അർബൻ 4 CDPO പി രശ്മി രാമൻ, വി പ്രവീൺ കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എരഞ്ഞിപ്പാലം ലോഡ്ജ് മുറിയിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. തൃശൂർ സ്വദേശി അബ്ദുൾ സനൂഫിനെയാണ് പോലീസ് ലോഡ്ജിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. എരഞ്ഞിപ്പാലത്തെ ലോഡ്ജ് മുറിയിൽ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ തൃശൂർ തിരുവില്ലാമല സ്വദേശി കുതിരംപറക്കൽ അബ്ദുൾ സനൂഫിനെ വ്യാഴാഴ്ചയാണ് കസ്റ്റഡിയിൽ വിട്ടത്. ഫസീല ജോലി ചെയ്ത കുന്നമംഗലത്തെ തുണിക്കടയിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. അവിടെ നിന്നാണ് ഫസീലയെ പ്രതി കാറിൽ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു. കടയിലെ ജീവനക്കാരും സമീപത്തുള്ളവരും പ്രതിയെ തിരിച്ചറിഞ്ഞു. എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിലും തെളിവെടുപ്പ് നടത്തി. ജീവനക്കാർ പ്രതിയെ തിരിച്ചറിഞ്ഞു. സംഭവ ദിവസം ഉപയോഗിച്ച മൊബൈൽ ഫോൺ വിറ്റ ബംഗളൂരുവിലെ ഗാന്ധി നഗറിലുള്ള കടയിലും ഒളിവിൽ താമസിപ്പിച്ച ലോഡ്ജിലും തെളിവെടുപ്പ് നടന്നു.
പാലക്കാട്ട് പോയി പ്രതി വസ്ത്രം മാറ്റിയ കേന്ദ്രത്തിൽ പിന്നീട് തെളിവെടുക്കും. തിങ്കളാഴ്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തീവണ്ടി യാത്രാ ദുരിതം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. ഇത് സംബന്ധിച്ച നിവേദനം അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ ഷെവലിയർ സി ചാക്കുണ്ണിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടവർക്ക് കൈമാറി. തീവണ്ടി യാത്രാ ദുരിതം പരിഹരിക്കാൻ റെയിൽവേ മന്ത്രാലയത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും കായിക മന്ത്രിക്കും കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ നിവേദനം സമർപ്പിച്ചു ചർച്ച നടത്തി. ശബരിമല, ന്യൂ ഇയർ, ക്രിസ്മസ് സീസണിൽ യാത്രാ ക്ലേശങ്ങൾക്ക് പരിഹാരം കാണാൻ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചും നേരത്തെ ഉറപ്പു നൽകിയ മംഗലാപുരത്തും കോയമ്പത്തൂരിലും യാത്ര അവസാനിപ്പിക്കുന്ന ട്രെയിനുകൾ മലബാറിലേക്ക് നീട്ടിയും നിലവിലുള്ള ട്രെയിനുകളിൽ ജനറൽ റിസർവ്ഡ് കോച്ചുകൾ വർദ്ധിപ്പിച്ചും തീവണ്ടി യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താൻ റെയിൽവേ മന്ത്രാലയത്തിൽ കേരള സർക്കാർ സമ്മർദ്ദം ചെലുത്തണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തോടൊപ്പം യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനോ ബദൽ സംവിധാനം ഒരുക്കാനോ റെയിൽവേയുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ലെന്നും അവർ ബോധ്യപ്പെടുത്തി. പല ദീർഘദൂര വണ്ടികളിലും പാൻട്രി കാറുകൾ ഇല്ലാത്തതിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി എല്ലാ പ്ലാറ്റ്ഫോമുകളിലും മൊബൈൽ ഭക്ഷണ കൗണ്ടറുകൾ ഏർപ്പെടുത്താൻ നടപടി സ്വീകരിക്കണമെന്നും ചർച്ചയിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഈ കാര്യത്തിന് അടിയന്തര പരിഹാരം കാണാൻ വേണ്ടി മുഖ്യമന്ത്രി നോട്ടിട്ട് ബന്ധപ്പെട്ടവർക്ക് കൊടുക്കുകയും കായിക മന്ത്രിയും അക്കാര്യത്തിൽ ഉചിതമായ നടപടിയെടുക്കാൻ പുറമെ KSRTC ബസ്സുകൾ വരെ അധികം ഓടിക്കാനുള്ള ശ്രമം നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ ഷെവലിയർ സി ചാക്കുണ്ണി, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, AM റഹ്മാൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തളി മഹാഗണപതി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കുമാരഷഷ്ഠി ആഘോഷിച്ചു. ക്ഷേത്ര മുഖ്യ പുരോഹിതൻ ബാലസുബ്രഹ്മണ്യ ശർമ്മ കാർമ്മികത്വം വഹിച്ചു. കുമാരഷഷ്ഠി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പൂജകൾ മഹാഗണപതി ഹോമത്തോടെ ആരംഭിച്ചു. തുടർന്ന് രുദ്രാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, പാലഭിഷേകം, കളഭാഭിഷേകം, നെയ്യഭിഷേകം തുടങ്ങിയ അഭിഷേകങ്ങളും പാൽപായസം നിവേദ്യവും വിശേഷാൽ പൂജകളായ കാവടി പൂജ, കുമാരഷഷ്ഠി പൂജ, കുമാരപൂജ, കുമാരഭോജനം, സുബ്രഹ്മണ്യ സഹസ്രനാമാർച്ചന, ഭജന, പാനക പൂജ എന്നിവയും നടന്നു. പൂജാതി കർമ്മങ്ങൾക്ക് ക്ഷേത്ര മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ ബാലസുബ്രഹ്മണ്യ ശർമ്മ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര ഥാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. 24 ഫ്രെയിം ഫിലിം സൊസൈറ്റിയും റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റിയും സംയുക്തമായി നടത്തുന്ന PK റോസി അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഡിസംബർ 10 ജൂബിലി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. 10-ാം തീയതി 5 മണിക്കാണ് പ്രോഗ്രാം. ജൂബിലി ഹാളിൽ വെച്ചിട്ട് റോട്ടറി കാലിക്കറ്റ് സൈബർ സിറ്റിയുടെ പബ്ലിക് ഇമേജ് പ്രോഗ്രാമിന്റെ ഭാഗമായി ആണ് ഈ 24 ഫ്രെയിം സൊസൈറ്റിയുമായി സഹകരിച്ച് ഇത്തരത്തിലുള്ളൊരു PK റോസി അവാർഡ് നൽകുന്നത്. 24 ഫ്രെയിം ഫിലിം സൊസൈറ്റിയും റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റിയും സംയുക്തമായി നടത്തുന്ന ഫ്രെയിം 24 ഗ്ലോബൽ PK റോസി അവാർഡുകൾ പ്രഖ്യാപിച്ചു.
സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ സ്വന്തം സിനിമ കാണാൻ പോലും അനുവദിക്കാതെ ജാതിഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് അക്രമം സഹിക്കവയ്യാതെ നാടുവിടേണ്ടി വന്ന മലയാള സിനിമയിലെ ആദ്യ നായികയായ PK റോസി എന്ന കലാകാരിയെ വിസ്മരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആദ്യമായി PK റോസിയുടെ ഓർമ്മയ്ക്കായി 24 ഫ്രെയിം ഗ്ലോബൽ PK റോസി അവാർഡ് എന്ന പേരിൽ നടത്തുന്ന പ്രഥമ അവാർഡ് ദാനം 2024 ഡിസംബർ 10 വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് ജൂബിലി ഹാളിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ നസീർ അലി കുഴിക്കാടൻ, ബിനു വണ്ടൂർ, സക്കീർ ഹുസൈൻ മുല്ലവീട്ടിൽ, സന്നാഫ് പാലക്കണ്ടി, നബീൽ വി ബഷീർ, പൂർണിമ മേനോൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാധ്യമപ്രവർത്തകനായിരുന്ന ശ്രീ മനോജിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മാതൃഭൂമി ന്യൂസിലെ K മധു, KCL ന്യൂസിലെ രാകേഷ് പാലാഴി എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ദൃശ്യമാധ്യമ പ്രവർത്തകനായിരുന്ന ശ്രീ മനോജിന്റെ ഓർമ്മയ്ക്കായി ശ്രീ മനോജ് അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA-യിൽ നിന്ന് മാതൃഭൂമി ന്യൂസ് ഡെപ്യൂട്ടി എഡിറ്റർ K മധു അവാർഡ് ഏറ്റുവാങ്ങി. മാധ്യമ പ്രവർത്തകനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം, കർഷക ഭാരത് പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. മികച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകനുള്ള പുരസ്കാരം KCL ന്യൂസ് റിപ്പോർട്ടർ രാകേഷ് പാലാഴിക്കും സമ്മാനിച്ചു. 23 കലാകൈരളി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അശോകപുരം കാലിക്കറ്റ് ചേംബർ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മനോജിനെ സംബന്ധിച്ചിടത്തോളം വളരെ സജീവമായിട്ടുള്ള സാന്നിധ്യമായിരുന്നു. അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തന യഥാർത്ഥത്തിലുമാണ്. ഇങ്ങനെ എല്ലാ മേഖലകളും എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഈ അനുസ്മരണ സമിതി ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത്. അതിനോട് ഓർമ്മ നിലനിർത്തണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം. പേരിന് ഒരു അനുസ്മരണം മറ്റേ പല സ്ഥലത്തും കാണാറുണ്ട്. വേറെ എന്തെങ്കിലും എഴുതുന്നതിലാണ് തുടക്കത്തിലൊരു 2 വാക്ക് പറയുന്നില്ല, പിന്നൊന്നും അയാളെ അപകടങ്ങളുണ്ടാകും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തെ തന്നെ അർഹിക്കുന്ന ഒരാള്, നിങ്ങളൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തിയുന്ന ഒരാള്, എല്ലാവരും എന്ത് പരിപാടിയും വെച്ച് ആദ്യകാലത്തൊക്കെ പോലെ പറഞ്ഞിട്ടൊന്നും പേര് ആരംഭിച്ചിട്ടില്ല. ആ കാലത്തൊന്നും ചാനലൊന്നും ഇനി ഇല്ല. എന്തെങ്കിലും സംശയമോ കാര്യമോ ആവശ്യമുണ്ടെങ്കിൽ മനോജിനെ വിളിക്കാം. മനോജ് എങ്ങനെ പ്രശ്നം എന്താ ചെയ്യാൻ അങ്ങനെ കവർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ മനോജ് എന്നൊരു പണി കണ്ടെത്തില്ല. P. അനിൽ അധ്യക്ഷനായി. കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ്, KG സുരേഷ്, ഫ്രാൻസിസ്, ബെന്നി ലൂക്കോസ്, KP രമേശ്, അനൂപ് കോവിൽ വീട്ടിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അതിദുർബല പ്രാക്തന ഗോത്ര സമുദായങ്ങൾക്ക് പ്രാതിനിധ്യവും അവസര സമത്വവും ഉറപ്പിക്കുന്ന ഉപസംവരണം നടപ്പിലാക്കുക എന്ന ആവശ്യമുന്നയിച്ച് ഡിസംബർ 10 KP കേശവമേനോൻ ഹാളിൽ സെമിനാർ സംഘടിപ്പിക്കും. സെമിനാർ പ്രൊഫസർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഈ വിഭാഗങ്ങൾ, ഈ 4 വിഭാഗങ്ങൾ, അതുപോലെ തന്നെ പ്രാക്തന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ST വിഭാഗങ്ങൾ ഉദ്യോഗ തലത്തിലേക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നോട്ടുള്ള ആ പ്രയാണത്തിലേക്കൊക്കെ തന്നെ ഇവരുടെ പ്രാതിനിധ്യം കുറവാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം സുപ്രീം കോടതി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിധിയായി അത് പ്രഖ്യാപിക്കുകയും ശേഷം അത് സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ അതാത് സംസ്ഥാന സർക്കാരുകളുടെ കൈകളിലേക്ക് അതിന്റെ പഠനം നടത്തി വിശദാംശങ്ങൾ ശേഖരിച്ചുകൊണ്ട് ആ വിധി നടപ്പാക്കാനുള്ള ഒരു തയ്യാറെടുപ്പുമായിട്ടാണ് സുപ്രീം കോടതി വിധി അങ്ങനെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ഇത് സംസ്ഥാന സർക്കാരാണ് ഇതിനെ കമ്മീഷൻ വെച്ചുകൊണ്ട് ഇത്തരം ആളുകളുടെ പ്രാതിനിധ്യത്തെ പറ്റി വിവരശേഖരണം നടത്തിക്കൊണ്ട് അത് യാഥാർത്ഥ്യമാക്കി തരാനുള്ള ഒരു നടപടി ബഹുമാനപ്പെട്ട കേരള സർക്കാരിന് മുന്നിലേക്ക് പ്രാക്തന ഗോത്ര സമുദായ സംയുക്ത സമിതി ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തൈസീർ എന്ന ഖുർആൻ ഗ്രന്ഥാവലിയുടെ 30ാം വോളിയത്തിന്റെ പ്രകാശനം ഞായറാഴ്ച കോടമ്പുഴയിൽ നടക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കോടമ്പുഴ ദാറുൽ മആരിഫ് ഇസ്ലാമിക് സെന്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദാറുൽ മആരിഫ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച തൈസീർ എന്ന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥാവലിയുടെ 30ാം വാള്യത്തിന്റെ പ്രകാശനവും 30 വാള്യങ്ങളുടെ സമർപ്പണവും ഞായർ വൈകുന്നേരം 6:30 കോടമ്പുഴ വാദി ഇർഫാനിൽ നടക്കും. തൈസീർ കോൺഫറൻസ് സമസ്തയുടെ അധ്യക്ഷൻ
റയീസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. തൈസീർ 30-ാം വാള്യത്തിന്റെ പ്രകാശനം മുഹിയുസുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ നിർവഹിക്കും. തഫ്സീർ അറിയപ്പെട്ട കേരളത്തിലും ലോകാടിസ്ഥാനത്തിലും നടത്തപ്പെടുന്ന ഖുർആൻ വ്യാഖ്യാനമാണ് തൈസീറുൽ ജലാലൈനി. അതിൻ്റെ ഒരു വ്യാഖ്യാനമാണ് എഴുതിയിട്ടുള്ളത്. ഓരോ വാള്യവും 600-700 പേജുകളുള്ള 31 വാള്യങ്ങളാണത്. 18 കൊല്ലത്തെ കഠിനാധ്വാനമാണ്. അപ്പോൾ ആ 30 വാള്യം അതിൻ്റെ തഫ്സീർ വ്യാഖ്യാനവും 1 വാള്യം അതിൻ്റെ ആമുഖവും. അതൊരു സമർപ്പണം നടത്തണം മൊത്തത്തിൽ എന്ന വിധത്തിൽ ഒരു സമർപ്പണ സമ്മേളനം വെച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്, റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ തുടങ്ങിയിട്ടുള്ള മഹാനേതാക്കന്മാരെല്ലാവരും നാളെ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ PSK മൊയ്തു ബാക്കവി മാടവന, സയ്യിദ് ആബിദ് കോയ അൽസനി വേങ്ങര, അബ്ദുൽ കരീം ഷാമിൽ, ഇർഫാനി കോടമ്പുഴ, അഹമ്മദ് കുട്ടി മാസ്റ്റർ പരുത്തിപ്പാറ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മാരിയമ്മൻ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ കർപ്പൂരാഴി മഹോത്സവം ഭക്തിസാന്ദ്രമായി. വാദ്യമേളങ്ങളോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. അഗ്രശാല ശ്രീ ഗണപതി മാരിയമ്മൻ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ കർപ്പൂരാഴി മഹോത്സവം വിപുലമായി നടന്നു. മുതലക്കുളം ദേവീക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്ര മേലെപ്പാളയം മുട്ടായിത്തെരുവ് വഴി അഗ്രശാല ക്ഷേത്രത്തിൽ സമാപിച്ചു. ക്ഷേത്രത്തിൽ അന്നദാനവും ഗാനമേളയും അരങ്ങേറി. ക്ഷേത്ര പ്രസിഡന്റ് ജയരാജ്, ജനറൽ കൺവീനർ A. സജിത് കുമാർ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ മനോഹരൻ, ക്ഷേത്ര കമ്മിറ്റി മെമ്പർമാർ എന്നിവർ കർപ്പൂരാഴി ആഘോഷത്തിന് നേതൃത്വം കൊടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സമ്പൽ ഷാഫി മസ്ജിദ് വെടിവയ്പിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് നീതിജാഥ സംഘടിപ്പിക്കും. ഡിസംബർ 10 കോഴിക്കോട് നടക്കുന്ന പരിപാടി PK കുഞ്ഞാലിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്യും. മനുഷ്യാവകാശ ദിനത്തിൽ ഒരു നീതിജാഥ എന്ന പേരിൽ സമ്പൽ മസ്ജിദ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുകയാണ്. 1991 ആരാധനാലയ സംരക്ഷണ നിയമം സംരക്ഷിക്കണമെന്നും അതോടൊപ്പം ഷാഹി മസ്ജിദ് വെടിവെപ്പിൽ മരണപ്പെട്ട, കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നീതി കിട്ടണം, ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയും ഭരണഘടനാവകാശങ്ങളും ജനാധിപത്യവും ഒക്കെ നിലനിൽക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗിൻ്റെ ദേശീയ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് നഗരത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടി നടത്തുന്നത്. ഡിസംബർ 10 വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് സ്റ്റേഡിയത്തിന് സമീപത്തിൽ നിന്ന് ആരംഭിച്ച് പുതിയ ബസ് സ്റ്റാൻഡ് വഴി മാവൂർ റോഡ് വഴി മുതലക്കുളം മൈതാനിയിലാണ് പരിപാടി സമാപിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച തുലാമുറ്റം ഫുട്പാത്ത് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് EP ബീരാൻ കോയ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ 52-ാം ഡിവിഷനിൽ 2023-24 വർഷത്തെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച തുലാമുറ്റം തെക്ക് ഫുട്പാത്ത് കൗൺസിലർ TK ഷമീനയുടെ അധ്യക്ഷതയിൽ PP ബീരാൻ കോയ ഉദ്ഘാടനം ചെയ്തു. 50 വീടുള്ള സ്ഥലമായാലും 3-4 വീടുള്ള സ്ഥലമായാലും അതൊക്കെ തന്നെ ഇന്ന് നല്ല രീതിയിൽ നമുക്ക് കോഴിക്കോട് കോർപ്പറേഷന്റെ പ്ലാൻ ഫണ്ട് പദ്ധതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവൃത്തി പൂർത്തീകരിച്ചതാണ്. അതിന്റെ ഉദ്ഘാടനമാണ്. ആ ഉദ്ഘാടനത്തിന് എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തോടാണ് നമ്മളിത് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫാസിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. T റുമീസ്, നിർമ്മാണ കമ്മിറ്റി കൺവീനർ MP അബ്ദുൽ നാസർ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ദുബായ് KMCC കൊയിലാണ്ടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ വാക്കഫി തങ്ങൾ കർമ്മശ്രേഷ്ഠ പുരസ്കാരമായ 1 ലക്ഷം രൂപ മുസ്ലിം ലീഗ് നേതാവും മങ്കട മുൻ MLA-യുമായ TA അഹമ്മദ് കബീറിന് ജനുവരി 19-ന് ദുബായിൽ വാക്കഫി തങ്ങൾ അനുസ്മരണ സമ്മേളനത്തിൽ സമ്മാനിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓരോ ഭിന്നശേഷി കുട്ടിയും ഓരോ സൂര്യനാണെന്ന് മേയർ ബീന ഫിലിപ്പ്. എരഞ്ഞിപ്പാലം ലോഡ്ജ് മുറിയിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. തീവണ്ടി യാത്രാ ദുരിതം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. തളി മഹാഗണപതി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കുമാരഷഷ്ഠി ആഘോഷിച്ചു. മാധ്യമപ്രവർത്തകനായിരുന്ന ശ്രീ മനോജിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.